ബോസ്നിയൻ ഫിലോസഫർ ആയിരുന്ന ബെഗോവിച്ച് ജയിലിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ജയിലിൽ സമയത്തിന്റെ ആധിക്യവും സ്ഥലത്തിന്റെ പരിമിതിയും ഉണ്ട്. സ്ഥലം വളരെ കുറവാണ്, പക്ഷെ സമയം ഇഷ്ടം പോലെ ഉണ്ട്. അൺഇൻഹാബിറ്റഡ് ഐലൻഡ്സ് ഇൻഹാബിറ്റഡ് ഐലൻഡിൽ പോകുന്നതിനേക്കാൾ ഡിഫറെൻ്റ് ആയ ഒരു എക്സ്പീരിയൻസ് ആണ്. അൺഇൻഹാബിറ്റഡ് ഐലൻഡിൽ എത്തണമെങ്കിൽ ഈ ദ്വീപുകളിൽ നിന്നൊക്കെ എന്തെങ്കിലും ബോട്ടോ എന്തെങ്കിലും എടുത്തിട്ട് വേണം പോവാൻ. ലക്ഷദ്വീപിൽ അഗത്തി ദ്വീപിനോട് ചേർന്നിട്ട് ബംഗാരം അതൊരു ടൂറിസ്റ്റ് ഐലൻഡായി മാറി. പിന്നെ തിണ്ണകര, സുഹലി ചെറിയ കര, സുഹലി വലിയ കര, കൽപ്പേനി ദ്വീപിന് അടുത്ത് ഒരു ലഗൂണിൽ തന്നെയുള്ള ചെറിയ ചെറിയ അൺഇൻഹാബിറ്റഡ് ഐലൻഡ്സ്, അങ്ങനെ കുറേ അൺഇൻഹാബിറ്റഡ് ഐലൻഡ്സ് ലക്ഷദ്വീപ് സമൂഹങ്ങളിലുണ്ട്. നമ്മുടെ ഒരു സുഹൃത്ത് സെലീം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ അയാളുടെ ഫ്രണ്ട്സിന്റെ ബോട്ടിൽ ഇങ്ങനെ കൊണ്ടുപോയി നമുക്ക് സൺറൈസ് ഒക്കെ കടലിൽ നിന്ന് കാണാൻ പറ്റുന്ന മട്ടിൽ അതിരാവിലെ പുറപ്പെട്ടിട്ട് ബോട്ടിൽ ചെറിയൊരു സ്റ്റൗ ഉണ്ടാവും. ആ സ്റ്റൗവിന്റെ അകത്തുനിന്ന് ചായ ഉണ്ടാക്കിയിട്ട് കുടിച്ചു. ആ ചായ ഉണ്ടാക്കിയതും ആ ചായ കുടിച്ചതും ഒരു ഭയങ്കര ഡീപ്പായ ഒരു അനുഭവം പോലെ, വേറെ എവിടെ നിന്നും കിട്ടാത്ത ഒരു ചായയുടെ ഒരു രുചി ആ ചായക്ക് ഉണ്ടായതുപോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കാവുകളിലൊക്കെ ചെന്ന പോലെയുള്ള, പ്രത്യേകിച്ച് വെട്ടി ഒതുക്കി വൃത്തിയാക്കിയൊന്നും വെക്കാത്ത വൈൽഡേർനെസ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ എല്ലാ തരം ഫ്ലോറ ആൻഡ് ഫോനുകളിലെ അവിടെയൊക്കെ ചെല്ലുമ്പോഴാണ് പഴയ കാലത്തെ ഈ ഡെവലപ്മെന്റ്, ടാറിട്ട റോഡ്, കോൺക്രീറ്റ് വീടുകൾ ഒക്കെ വരുന്നതിന് മുമ്പ് ദ്വീപുകൾ എങ്ങനെ ആയിരുന്നിരിക്കണം എന്നൊരു കാര്യം നമുക്ക് മനസ്സിലാവും. ഇവിടുത്തെ ഒരു കാട്ടിൽ നടക്കുമ്പോൾ സാധാരണഗതിയിൽ വെനമസ് സ്നേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിനെ നമ്മൾ അവിടെ പേടിക്കേണ്ടതില്ല. എലികൾ ധാരാളം ഉണ്ട്, ചേര് പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വളരെ സേഫായിട്ട് നടക്കാം. കുടുംബങ്ങളൊക്കെ അപൂർവമായിട്ടേ കാണാൻ പറ്റും. സ്ത്രീകളൊക്കെ അവിടെ വന്ന് പാർക്കുന്നത് അധികം ആണുങ്ങളായിരിക്കും അവിടെ ഉണ്ടാവും. ചെറിയ മേക്ക് ഷിഫ്റ്റ് ഷെഡൊക്കെ ഉണ്ടാക്കിയിട്ട് ആളുകൾ ചൂര സംസ്കരിച്ചിട്ട് മാസ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഇൻഡിജിനസ് ഫുഡ് ടെക്നോളജി കാലാകാലങ്ങളായിട്ട് ലക്ഷദ്വീപുകാർക്കും മാൽദീവ്സുകാർക്കും ശ്രീലങ്കക്കാർക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പിന്നെ കൊപ്ര ആട്ടി വെളിച്ചെണ്ണ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ. കടല് ഭയങ്കര ശാന്തവും കാൽപ്പനികവും സുന്ദരമൊന്നും അല്ലാന്നും ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. നമുക്ക് ഭയങ്കര തീക്ഷ്ണമായ ഇൻറ്റൻസ് ആയ ലോൺലിനെസ് ഫീൽ ചെയ്യിപ്പിക്കുന്ന, പേടി ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് എന്നുള്ളതും നമുക്ക് ഈ അൺഇൻഹാബിറ്റഡ് ഐലൻഡ്സിൽ എത്തുമ്പോൾ കുറച്ച് ഡീപ്പായിട്ട് അത് ഫീൽ ചെയ്യുന്നു. ലക്ഷദ്വീപിലെ ഏത് ഐലൻഡിൽ പോയാലും ഒരു 20 മിനിറ്റ് മാക്സിമം എടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ വാഹനം എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ ഫുള്ള് ലാൻഡ് കവർ ചെയ്ത് കഴിയും. സമയത്തിൻ്റെ ആധിക്യം, സ്ഥലത്തിൻ്റെ പരിമിതി, ഇത് നമുക്ക് അവിടെ ശരിക്കും ഫീൽ ചെയ്യും. അപ്പോൾ അവിടെ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരെ കൂടുതൽ കേൾക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ തുടങ്ങും. അവരുടെ കൾച്ചർ, അവരുടെ ഹെറിറ്റേജ്, അവരുടെ കഥകൾ, അവരുടെ സ്നേഹം. അപ്പോൾ അത് നമ്മൾ 20 ദിവസം എടുത്താലും 20 വർഷം എടുത്താലും തീരാത്തത്ര ഡീപ്പായിട്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയും പിന്നെയും ഇൻട്രിഗ്യൂ ചെയ്യുകയും നമ്മളെ കൂടുതൽ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ശ്രീലങ്ക ഈസ് വെരി അണ്ടർ റേറ്റഡ്. യാത്രയിൽ എപ്പോഴും ഈ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. നമ്മളുടെ ഉള്ളിലുള്ള ഒരു ഓത്തൻറ്റിക് സെൽഫ് എവിടെയോ വെച്ച് പുറത്തെയാകും.